നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടാതെ തന്നെ ഫസ്റ്റ് ജോൺ യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലത്തെ ധ്യാനത്തിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന വേദഭാഗങ്ങൾ. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 4 to 10. ആ വാക്യങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപം ഇല്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ ആകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവൻ അല്ല. വളരെ പ്രായോഗികമായി നാം എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലത്തെ ധ്യാനത്തിനായിട്ട് വായിപ്പാൻ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചത്. വളരെ ശ്രദ്ധയോടെ ഞാൻ അതിന്റെ 9-ാം വാക്യം വരെ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. 10 മുതൽ ആ അധ്യായത്തിന്റെ 24 വരെയുള്ള വാക്യങ്ങൾ മറ്റ് ഒരു സബ്ജക്റ്റിനെയാണ് പ്രധാനമായിട്ടും ആ അധ്യായത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു സബ്ജക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് 9-ാമത്തെ വാക്യം വരെ ഞാൻ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് വേഗത്തിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് യോഹന്നാന്റെ ലേഖനം, പൊതുവെ യോഹന്നാന്റെ ലേഖനത്തെ സംബന്ധിച്ച് നമ്മൾ അധികം പ്രസംഗങ്ങളോ ബൈബിൾ സ്റ്റഡികളോ കേൾക്കുന്ന ഒരു പുസ്തകമല്ല യോഹന്നാന്റെ ലേഖനം എന്നുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യോഹന്നാന്റെ ലേഖനത്തിന് ഒരു പർപ്പസാണ് പ്രധാനമായിട്ടും യോഹന്നാന്റെ ലേഖനത്തിനുള്ളത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ പദങ്ങളും വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കണം. രക്ഷിക്കപ്പെട്ടു, കർത്താവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരാളുടെ രക്ഷ എത്രമാത്രം ജെനുവിനാണ് എന്നറിയണമെങ്കിൽ യോഹന്നാന്റെ ലേഖനം വായിച്ചാൽ മതി. അതാണ് അതിന്റെ ആ സമ്മാൻ സബ്സ്റ്റൻസ് എന്നുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ സേവിങ് ഫെയ്ത്ത് ജെനുവിനാണോ എന്നറിയാൻ, ഞാൻ പറഞ്ഞ പദം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ വേറെ ഒരു മെഷർമെന്റും എടുത്തുകൊണ്ട് കാര്യമില്ല. നമ്മളെ പറ്റി ആരെല്ലാം എന്തെല്ലാം ടെസ്റ്റ് മണീസ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ രക്ഷ ജെനുവിനാണോ എന്നറിയേണ്ടതിന് യോഹന്നാന്റെ ലേഖനത്തിനകത്ത് നമ്മൾ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു 10ഓളം, ഞാൻ ആ 10ഓളം എന്ന് പറയുന്ന ഒരു മലയാളം പ്രയോഗം ശരിയല്ലെങ്കിലും നമ്മൾ കൗണ്ട് ചെയ്താൽ മിനിമം 9 ക്യാരക്ടറിസ്റ്റിക്സ് എങ്കിലും ഒരാളുടെ വിശ്വാസം ശരിയാണോ എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വളരെ പ്രായം ചെന്ന് മരിച്ച സ്വാഭാവിക നാച്ചുറൽ മരണത്തിലൂടെ ഈ ലോകം വിട്ട് കടന്നുപോയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശിഷ്യഗണത്തിൽ ഒരാളായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ആ വയോധികനായ മനുഷ്യൻ തന്റെ ആ അവസാന സമയങ്ങളിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന സഭയ്ക്കും സാർവത്രിക യൂണിവേഴ്സൽ ചർച്ചിനും ലേഖനം എഴുതുമ്പോൾ ഔട്ട് വർക്കിംഗ് ഓഫ് സാൽവേഷൻ, വാട്ട് ആർ ദ മാർക്ക് ഓഫ് ജെനുവിൻ ഫെയ്ത്ത് എന്നതാണ് ഈ ലേഖനത്തിന്റെ ആകത്തുക എന്നുള്ളത്. നമ്മൾ 2 കൊരിന്ത്യൻസ് 13:5 ഒരു വാക്യം വായിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസത്തിൽ തന്നെയാണോ എന്നുള്ളതിന്റെ യഥാർത്ഥമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് മെഷറിംഗ് എന്നുള്ളത് തിരുവെഴുത്ത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. എന്നെ എല്ലാവരും കേൾക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം ശരിയാണോ? നമ്മൾ കർത്താവിൽ തന്നെ ആശ്രയിച്ചാണോ ജീവിക്കുന്നത്? നമ്മൾ യഥാർത്ഥമായിട്ട് അകത്ത് വീണ്ടും ജനനം നടന്നവരാണോ? ദൈവത്താൽ പുതിയ ഹൃദയം നമുക്ക് ലഭിച്ചോ എന്നതിന്റെ അടയാളം വേദപുസ്തകത്തിലൂടെ തന്നെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വേദപുസ്തക പ്രകാരം പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഫേക്ക് ആണ്, അത് ജെനുവിൻ അല്ല, അത് താൽക്കാലികം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കർത്താവിലേക്ക് വന്നത് എന്നാണ് യോഹന്നാൻ പ്രത്യേകം നമ്മളോട് പറയുന്നത്. നിങ്ങൾ 1-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായം 4, 5
ഈ അധ്യായങ്ങളൊക്കെ വായിച്ചാൽ ഓരോരോ അടയാളങ്ങൾ, ഒരു ഉദാഹരണം, ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ, ഒരുവൻ കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്നാണ് യോഹന്നാൻ ഒരു മാർക്കായിട്ട് പറഞ്ഞേക്കുന്നത്. നമ്മുടെ വിശ്വാസം ശരിയാണോ എന്നറിയാൻ യോഹന്നാൻ പറഞ്ഞേക്കുന്ന ഒരടയാളം, കർത്താവിൽ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ടു, ഞാൻ ആത്മീയനായിട്ട് ജീവിക്കുന്നു എന്ന് ഒരുവൻ പറയുന്നു എങ്കിൽ, ആ പറയുന്ന കാര്യം ജെനുവിൻ ആകണമെങ്കിൽ ആ വ്യക്തി എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്. പ്രിയരെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഒരു മാർക്ക് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ഫെയ്ത്ത് ജെനുവിൻ ആണെങ്കിൽ നമ്മൾ ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കും. അതിനേക്കാൾ വേറെ ഒരു കാര്യവും വേറൊരു അടയാളത്തിനും പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വായിച്ച വാക്യങ്ങളിലേക്ക് വരികയാണ്. ഇങ്ങനെ നിങ്ങൾ യോഹന്നാന്റെ ലേഖനം വായിച്ചാൽ മിനിമം 9 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ നമ്മുടെ ഹെഡിങ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം: വൈ എ ക്രിസ്ത്യൻ കനോട്ട് പ്രാക്ടീസ് സിൻ, വൈ എ ക്രിസ്ത്യൻ കനോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക്, വീണ്ടും ജനിച്ച, സ്വർഗത്തിൽ നിന്ന് ജനിച്ച, അകത്ത് കർത്താവ് പുതിയ ഹൃദയം നൽകിയ ഒരു വിശ്വാസിക്ക് എന്തുകൊണ്ട് പാപത്തിൽ തുടരാനായിട്ട് കഴിയത്തില്ല എന്നാണ് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യം. യോഹന്നാന്റെ ലേഖനത്തിന് ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട്. ഇത് എഴുതുന്നതിന് അന്ന് ആ ചർച്ചിന്റെ പരിസരങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. ആ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡൊസറ്റിസിസം എന്നും അതുപോലെ നോസ്റ്റിക് ചിന്താഗതി ഉള്ളവരെന്നൊക്കെ. ആ പദങ്ങളൊക്കെ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതായത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ചില ദുരുപദേശക്കാരായ ആളുകൾ, അന്നത്തെ പല പഠിപ്പിക്കലുകളും സഭയ്ക്കകത്തേക്കും സഭയ്ക്ക് പുറത്തും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പഠിപ്പിക്കലാണ്. അങ്ങനെ ചില ആളുകളെയൊക്കെ അത് സ്വാധീനിച്ചു എന്ന് നമ്മൾ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെ വായിക്കുന്ന, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല, അവർ നമുക്കുള്ളവരായിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു, എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. ആ വാക്യം എത്ര സീരിയസ് ആണ്. അവർ യഥാർത്ഥമായിട്ട് കർത്താവിൽ നിന്ന് വീണ്ടും ജനിച്ചവരായിരുന്നെങ്കിൽ അവർ നമ്മുടെ കൂടെ പാർക്കുമായിരുന്നു. അവർ നമുക്കുള്ളവരല്ലായക കൊണ്ടാണ് അവർ പുറത്തു പോയത്. അങ്ങനെ പോകാനായിട്ടുള്ള കാര്യം, തെറ്റായ പഠിപ്പിക്കലുകൾ ഇവരെ സ്വാധീനിച്ചു. അതിനകത്തെ ഒരു പഠിപ്പിക്കൽ ഇതായിരുന്നു: നിങ്ങൾ ശരീരം കൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും, മെറ്റീരിയലായിട്ട്, ഫിസിക്കലായിട്ട്, എക്സ്റ്റേണലായിട്ട് എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ഒരുവന്റെ നിത്യജീവനെ, അവന്റെ അകത്തെ മനുഷ്യനെ, അവന്റെ ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന ഒരു പഠിപ്പിക്കൽ അന്ന് സഭയിലുണ്ടായിരുന്ന ആളുകൾ വളരെ അട്രാക്റ്റഡ് ആയിരുന്നത് കൊണ്ട് ചില ആളുകൾ, രക്ഷിക്കപ്പെടാത്ത ആളുകൾ, കർത്താവിലേക്ക് ജെനുവിനായിട്ട് വിശ്വസിച്ച് വരാത്ത ആളുകളെയൊക്കെ ആ പഠിപ്പിക്കലുകൾ സ്വാധീനിച്ചുകൊണ്ടാണ് 2:19 യോഹന്നാൻ പറഞ്ഞത്, അവർ നമുക്കുള്ളവരായിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. അവർ നമുക്കുള്ളവരല്ല എന്ന് തെളിയേണ്ടതിനാണ് അവരെ ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ സ്വാധീനിച്ച് അവർ വെളിയിലേക്ക് പോയത് എന്നാണ് അപ്പോസ്തലൻ 2:19 വായിക്കുന്നത്. മനസ്സിലായി? അതിന് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 3-ാം അധ്യായത്തെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്തു തരാം. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവിന്റെ ആ പ്രത്യക്ഷതയും നമ്മൾ എത്ര ഹോളി ആയിട്ട് ജീവിക്കണം എന്നതാണ് ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എത്ര ഹോളി ആയിട്ട് നമ്മൾ ജീവിക്കണം. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ജെന്യുവൻ ബിലീവേഴ്സ്, യഥാർത്ഥ വിശ്വാസികൾ, ദേ പ്രാക്ടീസ് റൈച്ചസ്നെസ്, അവര് നീതി പ്രാക്ടീസ് ചെയ്യും, പാപം പ്രാക്ടീസ് ചെയ്യത്തില്ല എന്നതാണ് 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തേത് ജെന്യുവൻ ബിലീവേഴ്സ് പ്രാക്ടീസ് ഹോളി ലൈഫ്, രണ്ടാമത്തേത് ജെന്യുവൻ ബിലീവേഴ്സ് പ്രാക്ടീസ് ട്രൂത്ത്ഫുൾ ലൈഫ്, അവര് പാപം ചെയ്യാതെ സത്യസന്ധമായിട്ട് ജീവിക്കും. 10 മുതൽ അതിന്റെ 24 വരെയുള്ള വാക്യങ്ങൾ ജെന്യുവൻ ബിലീവേഴ്സ് പ്രാക്ടീസ് ലവ് ടുവേഴ്സ് ഫെലോ ബിലീവേഴ്സ്, തന്റെ കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ സ്നേഹിക്കുന്ന ആ നിലയിൽ, അദ്ദേഹത്തിന്റെ പറച്ചിലിൽ മാത്രമല്ല ജീവിതത്തിലും സ്നേഹമുള്ള ഒരാളാണ് ജെന്യുവൻ ബിലീവേഴ്സ് എന്ന് യോഹന്നാൻ അതിന്റെ 10 മുതൽ 24 വരെ പറയുകയാണ്. ഞാൻ അതിന്റെ ആരംഭ ഭാഗവും അവസാന ഭാഗവും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന്
നിങ്ങളോട് പറയത്തുള്ളൂ. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടു എന്നതിന് ജീവിതത്തിൽ നിന്നുള്ള തെളിവുകൾ, ഔട്ട് വർക്കിംഗ് ഓഫ് സാൽവേഷൻ, അതാണ് ഇതിന്റെ തീം. ജീവിതം കാണുമ്പോൾ നീതിയെ ഇഷ്ടപ്പെടുക, വിശുദ്ധിയെ ഇഷ്ടപ്പെടുക, സഹോദരനെ സ്നേഹിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഫെയ്ത്ത് ജെനുവിൻ ആണെന്നുള്ളതിന്റെ അടയാളങ്ങൾ. മാർക്ക് ഓഫ് അവർ ജെനുവിൻ ഫെയ്ത്ത് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ സമർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ എഴുതി നമുക്ക് നൽകുകയാണ്. നോക്കൂ, യോഹന്നാന്റെ പ്രത്യേകത ശ്രദ്ധിച്ചു കേട്ടണം. യോഹന്നാന്റെ പ്രത്യേകത ഈതർ ഓർ, നമ്മൾ സാധാരണ അങ്ങനെ പറയുന്നൊരു പ്രയോഗം, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. അല്ലാതെ ആരെയും പിണക്കാത്ത പ്രസംഗകരും ആരെയും പിണക്കാത്ത പാട്ടുകാരും ആരെയും പിണക്കാത്ത കോർഡിനേറ്റേഴ്സും ഒക്കെയുള്ള ഒരു കണ്ടംപററി വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ ബ്രദറെ, എല്ലാവരെയും നമുക്ക് വേണം. അങ്ങനെ നമ്മളൊരു ഇൻക്ലൂസീവിസ്റ്റ് അപ്രോച്ചിലേക്ക്, ആത്മീയ കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ ഈതർ ഓർ, ഒരു കൺസെഷനും ആ കാര്യത്തിനകത്തില്ല. യോഹന്നാന്റെ ലേഖനം നിങ്ങൾ വായിച്ചു നോക്കിയോ, ഒന്നെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം, അങ്ങനെയല്ലേ വായിക്കുന്നത്? ഒന്നെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം. ഇരുട്ട് വെളിച്ചം അങ്ങനെ പറയുന്ന ഒരു പരിപാടി യോഹന്നാൻ ഇല്ല. രണ്ടാമത്തേത്, ഒന്നെങ്കിൽ സത്യം അല്ലെങ്കിൽ വ്യാജം, അസത്യം. ഈ പദങ്ങളല്ലേ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്, ഒന്നെങ്കിൽ സത്യം അല്ലെങ്കിൽ അസത്യം, ഒന്നെങ്കിൽ ദൈവമക്കൾ അല്ലെങ്കിൽ പിശാചിന്റെ മക്കൾ. ഞാൻ ഈ പറഞ്ഞ പദങ്ങളൊക്കെ നിങ്ങൾക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. വെരി ക്ലിയർ ഡിവിഷൻ. ഒരു കോംപ്രമൈസിനും അപ്പോസ്തലൻ തയ്യാറല്ല. ഈ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നിടത്തെല്ലാം വിശ്വാസിയെയും അവിശ്വാസിയെയും എങ്ങനെ തിരിച്ചറിയാൻ, ജെനുവിൻ ഫെയ്ത്തും ഫെയ്ക്കായിട്ടുള്ള ആ താൽക്കാലികമായിട്ടുള്ള വിശ്വാസക്കാരെയും എങ്ങനെ തിരിച്ചറിയാം, നമ്മുടെ വിശ്വാസം റിയൽ ആണോ, ജെനുവിൻ ആണോ, അത് സത്യമാണോ എന്ന് വെരി ക്ലിയർ ആയിട്ട് പറയുകയാണ്. സത്യം എന്ന പ്രയോഗം, ദൈവ മക്കൾ എന്ന പ്രയോഗം, ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം എന്ന പ്രയോഗം, വെരി ക്ലിയർ ഡിസ്റ്റിങ്ഷൻ. നിങ്ങൾ യോഹന്നാന്റെ ലേഖനം വായിച്ചു നോക്കിയാൽ മതി. വളരെ ഈതർ ഓർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇത് തന്നെയാണ് ആത്മീയത്തിലെ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത്. ഒന്നെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്, ഒന്നെങ്കിൽ സത്യം അല്ലെങ്കിൽ വ്യാജം, ഒന്നെങ്കിൽ ദൈവമക്കൾ അല്ലെങ്കിൽ പിശാചിന്റെ മക്കൾ. ഇതിന്റെ മിഡിൽ ഗ്രൗണ്ടിലായിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. ഒന്നെങ്കിൽ നാരോ വേ അല്ലെങ്കിൽ ബ്രോഡ് വേ, ഒന്നെങ്കിൽ നാരോ ഗേറ്റ് അല്ലെങ്കിൽ ബ്രോഡ് ഗേറ്റ്. മനസ്സിലാവുന്നോ? വെരി ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ആണ് ഹോൾ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനിയും ഈ ലേഖനത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ലേഖനം ഒരു വിശ്വാസിയെയും അവിശ്വാസിയെയും എങ്ങനെ തിരിച്ചറിയാം, ഹൗ ക്യാൻ ബി റെക്കഗ്നൈസ് എ ബിലീവർ ആൻഡ് അൺബിലീവർ, അതിന് 3 ടെസ്റ്റാണ് യോഹന്നാൻ ഈ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്. 3 ടെസ്റ്റ്. അതിനകത്ത് ഒരു ടെസ്റ്റാണ് നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിന്റെ വിശദീകരണം. 3 ടെസ്റ്റ് എന്നുള്ളത്, ഒന്ന് മോറൽ ടെസ്റ്റ് ആണ്. മോറൽ ടെസ്റ്റ്, അതിന്റെ വിശദീകരണം, നാം എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്, ഹോളിനെസ് പറയുമ്പോൾ അതിനോടുള്ള നമ്മുടെ അപ്രോച്ച് എന്താണ്, വിശുദ്ധീകരണം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്, അതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. അതിന്റെ പേരാണ് മോറൽ ടെസ്റ്റ്. യോഹന്നാന്റെ ലേഖനം ഉടനീളം നമുക്ക് ഈ മോറൽ ടെസ്റ്റ് കാണാം. ഇത് പാസ്സായാൽ മാത്രമേ നമ്മുടെ വിശ്വാസം ജെനുവിൻ ആണെന്ന് പറയാൻ കഴിയത്തുള്ളൂ. അല്ല, ഞാൻ 50 വർഷമായിട്ട് ഈ കൂട്ടായ്മയിലുള്ള ആളാണ്, ദാറ്റ് ഡസന്റ് മാറ്റർ. ഒരു ഗുണവും അതുകൊണ്ടില്ല. എന്റെ വിശ്വാസം ജെനുവിൻ ആണോ എന്നറിയണമെങ്കിൽ ഈ മോറൽ ടെസ്റ്റ് പാസ്സാണ്. അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്നാണെന്ന് പറയാം. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്, നമ്മൾ ഹോളിനെസിന്റെ കാര്യത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയുണ്ട്, പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ് എന്നുള്ളത് ബൈബിൾ മാത്രമാണ്, വേറെ ഒന്നുമല്ല. വേറെ ഇപ്പൊ ഉപദേശി പറഞ്ഞ് നല്ല വിശ്വാസം, ഒരു ഗുണം അതുകൊണ്ടില്ല. തിരുവെഴുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ താങ്ക് ഗോഡ്, കർത്താവ് എന്നെ രക്ഷയ്ക്കായിട്ട് വിളിച്ചു. അല്ലാത്ത ഒരു കാര്യവും യാതൊരു പ്രയോജനവും ഇല്ല. തൽക്കാലം കേൾക്കുമ്പോൾ ഒരു സുഖമാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ടെസ്റ്റ് മോറൽ ടെസ്റ്റ് ആണ്. മോറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ പരിശോധന. രണ്ടാമത്തെ ടെസ്റ്റ് എന്നുള്ളത് റിലേഷണൽ ടെസ്റ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾ 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ പ്രത്യേകം വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യം, ഒരുവൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ വ്യക്തിക്ക് കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ചില ആളുകൾ ആരോടും മിണ്ടുകയില്ല, സഹോദരങ്ങളോട് പിണങ്ങി നടക്കും. പക്ഷെ അവർ ആത്മീയ കാര്യത്തിലൊക്കെ വളരെ ആക്റ്റീവ് ആയിരിക്കും. അദ്ദേഹം വ്യാജനാണ്, അദ്ദേഹം ട്രൂലി ബോൺ അഗെയിൻ അല്ല, അദ്ദേഹത്തിനകത്ത് കർത്താവിന്റെ ജീവൻ ഇല്ല എന്നതാണ് യോഹന്നാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ആരും പറയുന്ന ടെസ്റ്റ് മണി റിലയബിൾ അല്ല, ഇൻസ്പയർഡ് ടെസ്റ്റ് മണി അല്ല. യോഹന്നാൻ എഴുതിയിരിക്കുന്ന കാര്യം ഗോഡ് ബ്രീത്ത്
ഔട്ട് ആണ്, അതുകൊണ്ട് ഇതാണ് ട്രൂത്ത്, മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ. ഈ വെളുപ്പാങ്കാലത്ത് എന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാർഡായിട്ട് പറയുന്നത്. അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ട് ഹാർഡായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. മോറൽ ടെസ്റ്റ് പാസ്സാകണം. റിലേഷണൽ ടെസ്റ്റ്, ബന്ധങ്ങൾ എങ്ങനെയാണ്. ബോസ്റ്റൺ പ്രയർ ലൈനിലും വന്നിരിക്കും, സഹോദരങ്ങളോട് മിണ്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. മൂന്നാമത്തെ കാര്യം എല്ലാവർക്കും മനസ്സിലായില്ല. മോറൽ ടെസ്റ്റ്. റിലേഷണൽ ടെസ്റ്റ്. നമ്മൾ യോഹന്നാനിൽ വായിക്കുന്നില്ലേ, സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളനാണ്, സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല. ഇതിക്കുള്ളിൽ നമ്മൾ എന്തിനാണ് എക്സ്പ്ലനേഷൻ പറയുന്നത്? മൂന്നാമത്തെ കാര്യം മോറൽ ടെസ്റ്റ്, റിലേഷണൽ ടെസ്റ്റ്. നാലാമത്തേത് ഡോക്ട്രിനൽ ടെസ്റ്റ്. ഡോക്ട്രിനൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ലേഖനം നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്രൈസ്റ്റിനെയാണ്. ത്രിയേക ദൈവത്തിലെ വൺ പേഴ്സണെ മാത്രമാണ് യോഹന്നാൻ പ്രത്യേകം പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം നമ്മളെ കർത്താവിനെ പറ്റി, ഞാൻ പറയുന്ന അടുത്ത സെന്റൻസ് വളരെ ശ്രദ്ധിച്ച് കേട്ടോണം, ജീസസിനെ പറ്റി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ബൈബിളീകമല്ലെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ബൈബിൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ജീസസിനെ പറ്റി ജെഹോവ വിറ്റ്നസസിന്റെ അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ്, വൺനെസ് പെന്റക്കോസ്റ്റൽസിന്റെ അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ്, മോർമോൺസിന്റെ അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ്. അങ്ങനെ നമ്മൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിന്റെ അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ്. അവരെല്ലാം നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ ബൈബിൾ തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഡോക്ട്രിനൽ ടെസ്റ്റ് എന്നുള്ളത് തിരുവെഴുത്തിൽ ത്രിയേക ദൈവത്തിലെ വൺ പേഴ്സൺ ആയ ജീസസിനെ പറ്റി വെരി ക്ലിയർ ആയിട്ട്, അവിടുന്ന് സൺ ഓഫ് ഗോഡ് ആണ്, അവിടുന്ന് ട്രൂലി ഗോഡ് ആണ്, അവിടുന്ന് ട്രൂലി മാൻ ആണ്, അവിടുന്ന് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്കായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ വിശ്വാസം വെരി ഡോക്ട്രിനലി വളരെ ജെനുവിൻ ആണെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദീസ് ആർ ദ ത്രീ ടെസ്റ്റ് ഓഫ് അവർ റിയൽ സാൽവേഷൻ. ഒന്ന് മോറൽ ടെസ്റ്റ്, രണ്ട് റിലേഷണൽ ടെസ്റ്റ്, മൂന്ന് ഡോക്ട്രിനൽ ടെസ്റ്റ്. ഒന്നിൽ തെറ്റിയാൽ മൂന്നിലും തെറ്റിയതിന് തുല്യമാണ്. മനസ്സിലാവുന്നോ? ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. നിങ്ങൾ ഒത്തിരി ദൂരെയാണ്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനിപ്പോൾ കഴിയുന്നിടത്തോളം സൂമിൽ പ്രസംഗിക്കാറില്ല, എല്ലാം തന്നെ ഞാൻ മാറ്റിവിടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് ടെസ്റ്റ് വെരി ക്ലിയർ ആയിട്ട് യോഹന്നാന്റെ ലേഖനത്തിനകത്തുണ്ട്. ഇനിയും ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് കൂടെ വെക്കാം. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടോ എന്നറിയാൻ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ യോഹന്നാന്റെ ലേഖനം മുഴുവൻ വായിച്ചു നോക്കണം കേട്ടോ. മുഴുവൻ വായിച്ചു നോക്കണം. അത് ഒരു 10 times വായിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കുകയില്ല. ഇത് വായിച്ചു നോക്കുമ്പോൾ ഇത്രയും കാര്യം അകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് മോറൽ ടെസ്റ്റ് ആണ്, ഇത് ഡോക്ടറൽ ടെസ്റ്റ് ആണ്, ഇത് റിലേഷണൽ ടെസ്റ്റ് ആണ്. ഉറപ്പായിട്ട് ഇത് വായിക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ക്ലിയർ എന്ന് വിചാരിച്ച് ഞാൻ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ 5 reasons. ഒരു ദൈവ പൈതൽ വിശ്വാസം ജെനുവിനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ദൈവ പൈതൽ. മോറൽ ടെസ്റ്റ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹോളിനെസ്, പാപത്തോടുള്ള ബന്ധത്തിൽ, ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഫെയ്ത്ത് ജെനുവിനാണ് എന്നതിന്റെ ഒരു 5 റീസൺ ആണ് യോഹന്നാൻ ഇതിന്റെ 4 മുതൽ 9 വരെ പറഞ്ഞേക്കുന്നത്. ഞാൻ പ്രത്യേകം എന്റെ കയ്യിൽ നിന്ന് ഒന്നും എടുത്ത് പറയുന്നില്ല. ഈ 5 റീസൺസ് എന്തുകൊണ്ട് ഒരു ജെനുവിൻ ഫെയ്ത്ത് ഉള്ള ഒരുവൻ, കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് രക്ഷയിലേക്ക് വന്ന ഒരുവൻ പാപജീവിതത്തിൽ തുടരുന്നില്ല എന്നതിന്റെ 5 കാര്യങ്ങൾ. ഞാൻ അതിനെ ഇങ്ങനെ ആ ഒരു തലക്കെട്ട് ഹെഡിങ് നിങ്ങളോട് പറഞ്ഞാണല്ലോ, 5 reasons why a Christians cannot continue in sin, continue living in sin, practice in sin. പാപത്തിൽ തുടരാൻ കഴിയാത്തതിന്റെ 5 റീസൺസ് ആണ് യോഹന്നാൻ പറഞ്ഞേക്കുന്നത്. ഇനിയും ഞാനത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യവും അതുപോലെ തന്നെ ഈ 4 മുതൽ 9 വരെയുള്ള വാക്യത്തിനകത്തുണ്ട്. നമുക്കൊന്ന് നോക്കാം. 4 മുതൽ 9 വരെയുള്ള വാക്യം. നിങ്ങൾ അതിന്റെ നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, ഒന്നാമത്തെ കാര്യം അവിടെ വെരി ക്ലിയർ ആണ്. എവരിവൺ ഹു പ്രാക്ടീസ് സിൻ ഓൾസോ പ്രാക്ടീസ് ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ട് ഒരു വിശ്വാസി പാപത്തിൽ തുടരുന്നില്ല എന്നതിന്റെ ഒന്നാമത്തെ റീസൺ, ഇത് മോറൽ ടെസ്റ്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ റീസൺ, പാപം അധർമ്മമായതുകൊണ്ട് ഒരു വിശ്വാസിക്ക് പാപത്തിൽ തുടരാനായിട്ട് കഴിയത്തില്ല. ഞാനത് വിശദീകരിക്കുമ്പോൾ എന്താണ് അധർമ്മം, ഇംഗ്ലീഷിൽ കുറച്ചുകൂടെയും എളുപ്പമാണ്. ലോലെസ്നെസ് എന്നൊരു പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്താ ലോലെസ്നെസ് അല്ലെങ്കിൽ അധർമ്മം എന്താണെന്ന് ഞാൻ ഒന്ന് വിശദീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ പഠനത്തിനായിട്ട് ഈ ബൈബിളിനകത്ത്, ഓൾ ബൈബിളിൽ പാപം, സിൻ എന്ന പദത്തെ ഏതെല്ലാം പദങ്ങൾ അതിന്റെ റൂട്ട് ലാംഗ്വേജിൽ ഉപയോഗിച്ചിട്ടുണ്ട്
എന്നൊരു പഠനം ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണം പറയുന്നില്ല. പൊതുവെ നമ്മൾ കേട്ടേക്കുന്ന ഒരു പദമാണ് ഹമാറ്റിയ എന്നൊരു പദം. എല്ലാവരും ഇവിടെ പഠിപ്പിക്കാൻ വന്നേക്കുന്ന വേദപുസ്തകം അറിയാവുന്ന ആളുകൾ നിങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ചില ആളുകളെ ഞാൻ വളരെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവർ ഉറപ്പായിട്ട് ഇത് പറഞ്ഞിട്ട് കാണും. ഹമാറ്റിയ എന്ന പദം ബൈബിളിൽ ഏറ്റവും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റിപ്പോകുക അതല്ല. എന്നാൽ ഇവിടെ പാപം അധർമ്മം തന്നെ എന്നതിന് ഒറിജിനലി ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഹമാറ്റിയ എന്നത് അനോമിയ ആണെന്നാണ്. ഹമാറ്റിയ അനോമിയ തന്നെ എന്നാണ് അതിന്റെ രണ്ട് പദം. ഗ്രീക്കിലെ ബൈബിൾ നിങ്ങൾ വായിച്ചാൽ അങ്ങനെയാണ് വായിക്കുന്നത്. പാപം ഹമാറ്റിയ അനോമിയ തന്നെ. പാപം അധർമ്മം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. അത് പ്രത്യേകിച്ച് മലയാളത്തിൽ അന്ന് പഴയ ഹൈന്ദവരായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇത് ഒറിജിനൽ ഭാഷയിൽ നിന്ന് നമ്മുടെ ലാംഗ്വേജിലേക്കൊക്കെ എഴുതിയപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പദമാണ് അധർമ്മം. അത് നമ്മൾ അത്രയും ആ പദത്തോട് എത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിവുള്ളവരാണ് എന്നതിൽ നമുക്ക് സംശയം, എനിക്ക് വ്യക്തമായ സംശയമുണ്ട്. അതുകൊണ്ട് ആ ലോലെസ്നെസ് അനോമിയ എന്ന പദത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരു വിശ്വാസി പാപത്തിൽ തുടരാൻ പാടില്ല എന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം കിട്ടുമെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ആ പദം കണ്ടോ, പാപം ചെയ്യുന്നവൻ. പാപം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാപം ചെയ്തുകൊണ്ട് ഇരിക്കുന്നവൻ, അത് പ്രസന്റ് കണ്ടിന്യൂസിനാണ് പറഞ്ഞേക്കുന്നത്. വർത്തമാനകാല ക്രിയ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലക്രിയയിലാണ് ആ പദം പറഞ്ഞേക്കുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആക്ട് ഓഫ് സിൻ എന്ന് പറയും. ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ ഏത് ദൈവമക്കളാണെങ്കിലും അകത്ത് പുതിയ ഹൃദയം കർത്താവ് തന്നാലും എല്ലാവരുടെയും ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് അറിയാതെയോ അറിഞ്ഞോ ഒക്കെ പാവങ്ങൾ വരാറുണ്ട്. ആ കാര്യമല്ല, ഐസൊലേറ്റഡ് ആക്ട് ഓഫ് സിന്നിനെ പറ്റി ബൈബിൾ വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുകയും വേണം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാബിച്വൽ ആയിട്ടുള്ള ഡെയിലി ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാപത്തെ കുറിച്ചാണ്, തുടർമാനമായിട്ട് ചെയ്യുന്ന പാപത്തെ കുറിച്ചാണ്. വിശ്വാസികൾ ഇടയ്ക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പാപം ചെയ്യാറുണ്ട്. അതല്ല ഇവിടെ കണ്ടോ, പാപം ചെയ്യുന്നവനെല്ലാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ പദം പ്രസന്റ് വർത്തമാനകാല ക്രിയ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും പാപത്തിന്റെ സ്വഭാവത്തിൽ തുടരുകയും ചെയ്യുന്നവനെല്ലാം അധർമ്മം തന്നെ. ഒന്നാമത്തെ കാര്യം, പാപം അധർമ്മമായതുകൊണ്ട്, അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കേൾക്കണം. പാപം അധർമ്മമായതുകൊണ്ട്. അങ്ങനെയെങ്കിൽ എന്താ അധർമ്മ? ഇന്നിക്വിറ്റി എന്നോ ലോലെസ്നെസ് എന്നൊക്കെ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോലെസ്നെസ്, ഇന്നിക്വിറ്റി എന്ന പദത്തിന്റെ അർത്ഥം ഇൻസബോർഡിനേഷൻ എന്നാണ്. ഇൻസബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമേത കീഴ്പ്പെടാതെ ഇരിക്കുക. ഇനി അതിനെ ചേർത്ത് വായിച്ച്, പാപം എന്നതിന്റെ അർത്ഥം, പാപം ചെയ്യുന്നത് അധർമ്മം തന്നെ എന്ന് പറയുന്നതിന്റെ അർത്ഥം, പാപം ചെയ്യുന്ന ഒരുവൻ ദൈവത്തിന്റെ ആത്മാവിനോ ദൈവവചനത്തിനോ ആത്മീയ ഉപദേശങ്ങൾക്കോ കീഴ്പ്പെടുകയില്ല. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. പാപത്തിൽ തുടരുന്ന ഒരുത്തൻ അവന് റെബല്യസ് ആയിരിക്കും, അവൻ ദൈവത്തോട് മത്സരിക്കുന്നവനായിരിക്കും, അവൻ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ആത്മീയ അധികാരങ്ങൾക്ക്, തിരുവെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ അധികാരങ്ങൾക്കോ കീഴ്പ്പെടുന്നില്ല, ആത്മീയ അധികാരങ്ങൾക്ക് വിധേയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല അതിനോട് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ഇൻസബോർഡിനേഷൻ ഇൻ ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, റെബല്ലിയൻ അഗെയിൻസ്റ്റ് ദ ഹോളി ഗോഡ്. ഇതാണ് ആ പദത്തിന്റെ അർത്ഥം. ഇനി മനസ്സിലായോ? പാപം ഇൻസബോർഡിനേഷൻ ആയതുകൊണ്ട്, പാപം റെബല്ലിയൻ അഗെയിൻസ്റ്റ് ഗോഡ് ആയതുകൊണ്ട്, ദൈവത്തിന് കീഴ്പ്പെടാത്തത് കൊണ്ട് ഒരു ദൈവ പൈതലിന് പാപത്തിൽ തുടരാനായിട്ട് കഴിയത്തില്ല. ഒന്നാമത്തെ റീസൺ അതിൽ നിന്ന് മനസ്സിലായോ? സിൻ ഈസ് റെബല്ലിയൻ അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് ഇൻസബോർഡിനേഷൻ ടു ഗോഡ്സ് റൂൾ ഇൻ ഹിസ് ലൈഫ്. Therefore a believer cannot live in sin. ഒന്നാമത്തെ കാര്യം ക്ലിയർ ആയോ? ഒരു ദൈവ പൈതലിന് പാപം അധർമ്മമായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇൻസബോർഡിനേഷൻ ആയതുകൊണ്ട്, ദൈവത്തോട് മത്സരമായതുകൊണ്ട്, യഥാർത്ഥ ഫെയ്ത്ത് ദൈവമകത്ത് നൽകിയ ഒരുവന് അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയത്തില്ല. ആരെങ്കിലും ഹാബിച്വൽ സിന്ന് ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നെങ്കിൽ നിങ്ങൾ ഗോസ്പൽ വിശ്വസിച്ച് കർത്താവിങ്കലേക്ക് രക്ഷയ്ക്കായി വിളിച്ചുകൊണ്ട് മടങ്ങി വരണം. ഒരുവൻ പാപത്തിൽ തുടരുകയും രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുകയും ചെയ്യാനായിട്ട് ആരുടെ ടെസ്റ്റിമണി ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഐസൊലേറ്റഡ് ആക്ട് ഓഫ് സിൻ ജീവിതത്തിൽ വന്നേക്കാം, എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസബോർഡിനേഷൻ ദൈവത്തിന്റെ മുമ്പാകെ നമുക്കുണ്ടെങ്കിൽ, ആത്മീയ അധികാരങ്ങളുടെ മുമ്പാകെ നമുക്കുണ്ടെങ്കിൽ, ദൈവത്തോട് മത്സരം ഉണ്ടെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് ജെനുവിൻ അല്ല. ഒന്നാമത്തെ റീസൺ, പാപം അധർമ്മമായതുകൊണ്ട് ഒരു വിശ്വാസിക്ക് അധർമ്മത്തിൽ തുടരാൻ കഴിയില്ലാത്തത് കൊണ്ടാണ്.
കൊണ്ടാണ് ആ വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ കഴിയാത്തത്. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. എല്ലാവർക്കും ക്ലിയർ ആയോ? പാപം അധർമ്മം തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അതിന് ഒരു കമന്ററിയുടെയും വേറൊരു ഉപദേശി വന്ന് ഇനി യോഹന്നാന്റെ ലേഖനം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എനിക്ക് 5 കാര്യം പറയണം, അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. 5 കാര്യം, 3 ടോപ്പിക് എനിക്ക് പറയാനായിട്ടുണ്ട്. തീരെയല്ല, 5 കാര്യം പറഞ്ഞിട്ട് 2 കാര്യം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ ഈ കാര്യം മനസ്സിലാവുള്ളൂ. സോറി, നോക്കൂ, ആ ദൈവത്തിന്റെ ഇത്രയും ഓർക്കുക. പാപം ചെയ്യുന്നത് തുടരുന്ന ഒരാൾ അധികാരത്തോട് മത്സരിച്ച് ജീവിക്കുകയാണ്. ഇൻസബോർഡിനേഷൻ ടു ഗോഡ്, വാണ്ടിങ് വൺസ് ഓൺ വേ, റിഫ്യൂസിംഗ് ടു അക്നോളജ് ദ ഗോഡ് ആസ് ദ റൈറ്റ്ഫുൾ സോവറിൻ, പ്ലേസിംഗ് വൺസ് ഓൺ വിൽ അബവ് ദ വിൽ ഓഫ് ഗോഡ്. എന്റെ ഇഷ്ടത്തിന് പ്രാധാന്യത കൊടുക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക, വിധേയപ്പെടാതെ നടക്കുക, ആത്മീയ അധികാരത്തോട് മത്സരിക്കുക. ഇതിന്റെ പേരാണ് അധർമ്മം. എന്തുകൊണ്ട് വിശ്വാസി പാപത്തിൽ തുടരുന്നില്ല? പാപം അധർമ്മമാകയാൽ ഒരുവന് പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ, ഹാബിച്വൽ സിന്നിൽ പോകാനായിട്ട് കഴിയത്തില്ല. ക്ലിയർ? രണ്ടാമത്തെ കാര്യം, എല്ലാവരും വേദപുസ്തകം തുറന്ന് നോക്കിയേ. രണ്ടാമത്തെ കാര്യം, പാപം ചെയ്യുന്നവനില്ല, അധർമ്മവും ചെയ്യുന്ന. പാപം അധർമ്മം തന്നെ. ഇനി 4-ാം വാക്യത്തിന് ആരും വിശദീകരണം തരണ്ടല്ലോ അല്ലെ? 5-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 5 എന്താ വായിക്കുന്നത്? അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ഇനിയും സോറി, ഞാൻ 6-ാമത്തെ വാക്യമാണ് വായിച്ചത്. 5-ാമത്തെ വാക്യം, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. വായിച്ചോ? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് അറിയുന്നെന്ന് പറഞ്ഞാല് അതിന്റെ 8-ാം വാക്യത്തിൽ അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിലുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവോത്രൻ പ്രത്യക്ഷനായി. ആ വാക്യമൊക്കെ എടുത്ത് വേറെ അഴിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മൾ പ്രസംഗിക്കാറുള്ളത്. അതൊന്നുമല്ല, പാപത്തെ അഴിക്കുന്ന കാര്യമാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, അതേ കാര്യമാണ് 5-ാം വാക്യത്തിൽ വായിച്ചത്. പാപങ്ങളെ നീക്കുവാൻ, പാപങ്ങളെ നീക്കുക, പാപങ്ങളെ അഴിക്കുക. ഈ പർപ്പസിന് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് എന്ത് ചെയ്തത്? വന്നത്. അന്നേരം രണ്ടാമത്തെ നമ്മുടെ കാര്യം, പാപത്തിൽ ജീവിക്കാൻ ഒരു ദൈവവൈതലിന് കഴിയാത്തതിന്റെ കാരണം, പാപത്തിൽ തുടരാൻ, ഹാബിച്വൽ സിന്നിൽ തുടരാൻ ഒരു ദൈവവൈതലിന് കഴിയാത്തതിന്റെ കാര്യം ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടോ? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, പാപങ്ങളെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ അവിടുന്ന് പ്രത്യക്ഷനായി. രണ്ടാമത്തെ റീസൺ എന്നാണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിൽ എന്തിനു വന്നുവോ, എന്തിനാ വന്നത്? പാപങ്ങളെ നീക്കുവാൻ, പാപങ്ങളെ അഴിക്കുവാൻ. ആ ഉദ്ദേശത്തിനെതിരാണ് ഒരു വിശ്വാസി പാപത്തിൽ ജീവിക്കുന്നത്. ക്ലിയർ? ഒന്നുകൂടെ പറയാം. നമ്മുടെ കർത്താവ് എന്തിനാ ഭൂമിയിൽ വന്നേ? പാപങ്ങളെ നീക്കാൻ, പാപങ്ങളെ അഴിപ്പാൻ. വിശ്വാസി എന്ന് പറയുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്ന ആത്യന്തികമായ പർപ്പസിനെതിരായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ പറയാം. The second reason why Christians cannot practice sin, it is because it is incompatible with the work of Christ. എന്ന് പറഞ്ഞാൽ the reason why a believer cannot continue in sin is because it is contrary to the purpose of Jesus incarnation. നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിനെതിരാണ് ഒരുവൻ പാപത്തിൽ ജീവിക്കുന്നത്. എന്തിനാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ വന്നത്? പാപത്തെ നീക്കുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, ഒരിക്കൽ പാപപരിഹാരം വരുത്തുവാൻ അവിടുന്ന് പ്രത്യക്ഷനായി. ഇത് പഠിപ്പിക്കുകയും, ഏത്? നമ്മുടെ കർത്താവ് പാപങ്ങളെ നീക്കാൻ വന്നു എന്ന് പഠിപ്പിക്കുകയും, എന്നാൽ പാപത്തിൽ തുടരുകയും ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കഴിയും? ക്ലിയർ? അത് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ എങ്ങനെ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കഴിയും? മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, നമ്മൾ ഹോളി കമ്മ്യൂണിയൻ എടുക്കുന്നവരാണല്ലോ എല്ലാ ആഴ്ചയിലും, അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലൊന്നോ മാസത്തിൽ 2 ഒക്കെ നമ്മൾ തിരുമേശയുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അപ്പം എടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടല്ലേ? അത് അവിടെ ഒരു ചെറിയ അബദ്ധമൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ കാണിക്കാറുണ്ട്. അപ്പത്തിനായിട്ട് സ്തോത്രം ചെയ്യാമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പത്തിനായിട്ട് സ്തോത്രം ചെയ്യാതെ നമ്മൾ ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് അല്ലെങ്കിൽ റോമൻ വെസ്റ്റേൺ കൾച്ചറിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ഈ അപ്പമൊക്കെ കണ്ടൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം അപ്പത്തിനായിട്ട് സ്തോത്രം അല്ല, അപ്പം എടുത്ത് ദൈവത്തിനാ സ്തോത്രം പറയുന്നത് കേട്ടോ. എല്ലാവരും ഓർക്കണം കേട്ടോ. അപ്പം എടുത്തിട്ട് ദൈവത്തിനാണ് നമ്മൾ പ്രൈസ് ലോർഡ് പറയും. എന്താ താങ്ക് ഗോഡ് ഫോർ ദിസ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ,
ക്രൂശിൽ തകർക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തകർന്നു. ആ തകർന്നത് എനിക്ക് വേണ്ടിയാണ്, അതിനായിട്ട് എന്നെ രക്ഷിച്ചതിനായി, എന്നെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം എന്ന് പറയുകയാണ് നമ്മൾ. അല്ലെങ്കിൽ ആ അപ്പം റെപ്രസെന്റിങ് നമ്മുടെ കർത്താവിന്റെ ഇൻകാർണേഷനെയാണ്, ജഡത്തിലേക്കുള്ള വരവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ രക്തം നമ്മുടെ വീണ്ടെടുപ്പ് വിലയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനായിട്ട് സ്തോത്രം ചെയ്തിട്ട് നോക്കിയേ എന്താ നമ്മൾ പറയുന്നത്, എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ഹോളി കമ്മ്യൂണിൽ പങ്കാളിയാകുകയും നമ്മൾ അതിനുശേഷം പാപത്തിൽ തുടരുകയും ചെയ്താൽ നമ്മൾ ആ മേശ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ യാഗമരണത്തെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. ജീവിതത്തിൽ ഐസൊലേറ്റഡ് സിൻ ഉണ്ടാകാം, അറിയാതെ വ്യാജം പറയാം, അറിയാതെ പാപത്തിൽ ഇടപെടാം. പക്ഷേ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അത് വെച്ചോണ്ട് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അന്ന് രാത്രി തന്നെ ക്രമീകരണം വരുത്തണം. റൈറ്റ്? പുതുഹൃദയത്തിന്റെ ഉടമക്കാരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. അകത്ത് വീണ്ടും ജനിച്ചവർക്ക് അത് വെച്ചോണ്ട് കിടക്കാൻ പറ്റില്ല. പണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ടല്ലോ, സഹോദരനോട് പിഴച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് ക്രമീകരണം വരുത്തണമെന്ന്. അല്ലേ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അന്ന് പകല് തീരാറായി, സൂര്യൻ അസ്തമിക്കുക. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിലെ സൂര്യൻ എപ്പോഴാണ് അസ്തമിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. അടുത്ത സെക്കൻഡിൽ നമ്മുടെ ജീവൻ പോവാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വിഷയം പരിഹരിക്കണം. പണ്ട് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ഒരു സഹോദരനോട് ഒരു ആത്മീയ ഉത്തരവാദിത്തമുള്ള ശുശ്രൂഷ പറഞ്ഞ്, ബ്രദറെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് പരിഹരിക്കണം. അന്നേരം സഹോദരൻ പറഞ്ഞ ആൻസർ കേൾക്കണം, സൂര്യൻ അസ്തമിക്കാൻ ഇനിയും സമയമുണ്ടെന്ന്. ഞാൻ പറഞ്ഞ രാശി മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ. നോക്കൂ, പാപങ്ങളെ നീക്കാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായി എങ്കിൽ ആ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്ന നമ്മൾ പാപത്തിൽ തുടരുന്നു എങ്കിൽ കർത്താവ് ഭൂമിയിൽ വന്നതിന് നേരെ എതിരായിട്ടുള്ള സ്വഭാവമാണ് അത്. അതുകൊണ്ട് ക്രിസ്ത്യൻസ് cannot practice sin. Why? Because it is contrary to the purpose of Jesus' incarnation. It is incompatible with the work of Christ. ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപജീവിതത്തിൽ തുടരുന്നവരാണെങ്കിൽ, ടു സിൻ ഈസ് കോൺട്രറി ടു ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. രണ്ട് കാര്യം എല്ലാവരുടെ ഹൃദയത്തിൽ കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കൂ, അവിടെ തന്നെ ആ വാക്യത്തിന്റെ മൂന്നാമത്തെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് പോകണം. അല്പം വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. എത്രമാത്രം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വാക്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അടുത്തത് നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം, അവനിൽ പാപമില്ല. നമ്മുടെ കർത്താവിന്റെ കാര്യം പറയുകയാണ്, അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടില്ല. എത്ര സ്ട്രോങ് ആണ് നിങ്ങൾ നോക്കിയേ. പാപം ചെയ്യുന്നവൻ അവനിൽ വസിക്കുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടില്ല. ഇതിന്റെ എല്ലാ അർത്ഥം എന്താണ്? പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ സിൻ. ആ പദം മറക്കരുത് കേട്ടോ. ഹാബിച്വൽ, ക്രമമായിട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും തുടർമാനമായിട്ട് ചില പാപങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നവർ, ഇത് എന്നാണെന്ന് എവിടെയൊക്കെ കേൾക്കുമല്ലോ, എന്നെ കേൾക്കുന്നവർ ഓർത്തോളുക, പാപം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയും ക്രിസ്ത്യാനി എന്ന പേരുണ്ടാകുകയും ചെയ്യുന്നവൻ കർത്താവിനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പാപം ചെയ്യുന്നവനും കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ഒരു വിശ്വാസി പാപത്തിൽ തുടരരുത്? മൂന്നാമത്തെ റീസൺ, ഇഫ് എ ബിലീവർ ഈസ് കണ്ടിന്യൂ ഇൻ സിൻ, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത്തെ കാര്യം നമ്മൾ തെറ്റിപ്പോയത്. രണ്ടാമത്തേത്, കർത്താവ് ഭൂമിയിൽ വന്ന ഉദ്ദേശത്തിനെതിരാണ് ഒരാൾ പാപം ചെയ്താൽ. മൂന്നാമത്തെ റീസൺ, ഒരുവൻ പാപം ചെയ്താൽ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിനെതിരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നില്ലല്ലോ. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് എതിരാണ്. ഞാനതിന് സിൻ ഈസ് ദ ഡിനയൽ ഓഫ് ദ ക്യാരക്ടർ ഓഫ് ദ വൺ ഹൂസ് നെയിം എ ബിലീവർ ബെയർ എന്ന് പറഞ്ഞാല്, നമ്മുടെ പേര് ക്രിസ്ത്യൻ എന്നാണ് അല്ലേ? എന്താ ക്രിസ്ത്യൻ? കർത്താവിൻ്റെത്, കർത്താവിനെ ഫോളോ ചെയ്യുന്നവര്. കർത്താവിൻ്റെതെന്ന് പറയുകയും പാപത്തെ തുടരുകയും ചെയ്താൽ നമ്മള് ആ കർത്താവ് എങ്ങനെ പറയണ്ടേ, കർത്താവിന്റെ സ്വഭാവത്തിനെതിരാണ് നമ്മുടെ ജീവിതം. കർത്താവിന്റെ സ്വഭാവത്തിനെതിരായതുകൊണ്ട് ഒരിക്കലും പാപത്തെ തുടരാനായിട്ട് കഴിയത്തില്ല. നോക്കൂ, ഇവിടെ ഇവിടെ ചില പ്രയോഗങ്ങൾ കണ്ട്, അവനിൽ പാപം ഇല്ല. നമ്മൾ എബ്രായത്തിൽ വായിക്കുന്നുണ്ട്, ഹി ഡിഡ് നോ സിൻ, ഹി ന്യൂ നോ സിൻ, ഇൻ ഹിം ദെയർ ഈസ് നോ സിൻ.
കൊരിന്ത്യർ ലേഖനത്തിനകത്തും എബ്രായ ലേഖനത്തിനകത്തും യോഹന്നാന്റെ ലേഖനത്തിനകത്തുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. അങ്ങനെങ്കിൽ നാം വിശ്വസിക്കുന്ന കർത്താവിൽ പാപമില്ല. നാം വിശ്വസിക്കുന്ന കർത്താവിന്റെ സ്വഭാവത്തിന് നേരെ എതിരാണ് പാപം. ഇൻ ഹിം there is no sin. ഞാൻ അവന്റെ ഫോളോവർ ആയതുകൊണ്ട് അവന്റെ സ്വഭാവത്തിനെതിരായ ഒന്നിനെ ഞാൻ എന്റർടൈൻ ചെയ്യാൻ പാടില്ല. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരാത്മപരിശോധന നടത്തണം. കർത്താവിൽ പാപമില്ല. ഹി കനോട്ട് സിൻ, ഹി ഡിഡ് നോ സിൻ, ഹി ന്യൂ നോ സിൻ, ഇൻ ഹിം there is no sin. നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തിന് നേരെ എതിരാണ്. അതുകൊണ്ട് ഇഫ് എ ബിലീവർ is continue in sin, it is against the character, the very nature of Christ. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാനൊരു അല്പം വിശദീകരണം തരാം. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, പക്ഷെ അത് ഈ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രാധാന്യതയാണ്. എന്താ എക്സാമ്പിൾ എന്ന് അറിയാമോ? ഒരിക്കൽ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ആ അലക്സാണ്ടറിന്റെ തന്റെ സോൾജിയേഴ്സിൽ ഒരാളെ ഒരു ചെറിയ കുറ്റത്തിന് പിടിച്ചു. തന്റെ സോൾജിയേഴ്സിൽ ഒരാളെ തന്റെ കുറ്റത്തിന് പിടിച്ചപ്പം ആ സോൾജിയറിനോട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചോദിച്ചു, എന്താണ്, വാട്ട് ഈസ് യുവർ നെയിം, താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പം ആ സോൾജിയർ പറഞ്ഞത്, എന്റെ പേര് അലക്സാണ്ടർ എന്നാണ്. ഈ ഗ്രേറ്റ് അലക്സാണ്ടർ വളരെ ടെൻഷനായിട്ട് ആ സോൾജിയറിനോട് പറഞ്ഞു, യു ഈദർ ചേഞ്ച് യുവർ നെയിം ഓർ ചേഞ്ച് യുവർ ബിഹേവിയർ. നീ ഒന്നെങ്കിൽ നിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ നിന്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ നിന്റെ ബിഹേവിയർ എന്ത് ചെയ്യണം. ഇത് തന്നെയാണ് നമ്മളോട് പറയാനായിട്ടുള്ളത്. എന്താ പേര്? ക്രിസ്ത്യാനി. ഒന്നെങ്കിൽ നിന്റെ സ്വഭാവം മാറ്റണം, അല്ലെങ്കിൽ നീ ക്രിസ്ത്യാനി ആണോ. ഇതാണ് എന്റെ അർത്ഥം. എക്സാമ്പിൾ ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ എല്ലാവർക്കും. അവിടുത്തെ ചില പ്രയോഗങ്ങൾ വളരെ ഹൃദയം തകർക്കുന്ന ചില വ്യാജന്മാരെല്ലാരും കേട്ടോ. അടുത്ത പ്രയോഗങ്ങള്, അവനിൽ പാപമില്ല. 6-ാം വാക്യം, വേഴ്സ് നമ്പർ 6. പാപം അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആക്ട് ഓഫ് സിൻ വരുന്ന കാര്യമല്ല. അത് യോഹന്നാനിൽ തന്നെ പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. നോക്കൂ, അത് നമ്മൾ ഏറ്റു പറയണം. പക്ഷേ ഇവിടുത്തെ അർത്ഥം എന്നത് വെരി ക്ലിയർ ആണ്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ആരും പാപത്തിൽ, അതിന് ഇംഗ്ലീഷ് വെരി ക്ലിയർ ആണ്, നോ വൺ ഹു അബൈഡ്സ് ഇൻ ഹിം സിൻസ്, നോ വൺ ഹു സിൻ ഹാസ് സീൻ ഹിം ഓർ നോസ് ഇറ്റ്. അവിടെ അതിന്റെ പ്രാക്ടീസ് ചെയ്യാൻ 9-ാം വാക്യം കണ്ടോ, നോ വൺ ഹു ഈസ് ബോൺ ഓഫ് ഗോഡ് പ്രാക്ടീസിങ്. പാപത്തിൽ തുടരുന്നില്ല, സിന്ന് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതാണ് എന്റെ അർത്ഥം. ഒരു സിന്നും വെച്ചോണ്ട് രാവിലെ രാത്രി കിടന്നുറങ്ങുന്നില്ല. അതാണ് എന്റെ അർത്ഥം. മൂന്നാമത്തെ ആ പ്രധാനപ്പെട്ട അർത്ഥം, അവിടുത്തെ ചില പദങ്ങൾ കണ്ടോ, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. 2, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എത്ര ഷാർപ്പാണ് പ്രയോഗങ്ങൾ. പാപം കണ്ടിന്യൂസ് ആയിട്ട് ഹാബിച്വൽ സിന്നുള്ള ഒരാള്, പ്രാക്ടീസ് ആയിട്ട് പാപത്തിൽ തുടരുന്ന ഒരാള് കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ അറിഞ്ഞിട്ടില്ല. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ജോൺ പ്രൊനൗൺസസ് ഈസ് അബ്സല്യൂട്ട്ലി ക്ലിയർ, സാൽവേഷൻ നെവർ ടുക്ക് പ്ലേസ് ഇൻ ഹിം. രക്ഷ അവനിൽ ഇന്ന് വരെ നടന്നിട്ടില്ല എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. എന്താ അതിന്റെ തെളിവ്? പാപത്തിൽ തുടരുന്നവൻ കർത്താവിനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എന്താ അങ്ങനെ ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യം, നമ്മള് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിനകത്ത് ഏക ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. വായിക്കുന്നില്ലേ? ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അങ്ങനെയെങ്കിൽ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുകയാണ്, പാപം ചെയ്യുന്നവൻ അവനെ അറിഞ്ഞിട്ടില്ല, അവനെ കണ്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇന്ന് വരെയും നിത്യജീവൻ അവന്റെ അകത്ത് വന്നിട്ടില്ല, ഇന്ന് വരെയും അവൻ രക്ഷയിലേക്ക് വന്നിട്ടില്ല, ഇന്ന് വരെയും അവന്റെ ഹൃദയത്തിൽ പുതുഹൃദയം കർത്താവ് നൽകിയിട്ടില്ല, ഇന്ന് വരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പാപത്തിൽ തുടരുന്ന എല്ലാവരും കേൾക്കുക, ഇന്ന് വരെയും നിങ്ങളുടെ അകത്ത് രക്ഷ നടന്നിട്ടില്ല. കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ചിലപ്പോൾ പ്രസംഗിക്കുന്നുണ്ട്, ചിലപ്പോൾ പാട്ട് പാടുന്നുണ്ട്, ചിലപ്പം ഏതെങ്കിലും സംഘടനയുടെ കോർഡിനേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ കോൺഫറൻസിന്റെ കോർഡിനേറ്റർ ആയിരിക്കും. ദാറ്റ് ഡസന്റ് മാറ്റർ. അതൊന്നും ഇവിടുത്തെ ബാധകമായ കാര്യമല്ല, അതൊന്നും മാനദണ്ഡമല്ല. പുസ്തകത്തിനകത്ത് കോൺഫറൻസിന്റെ കോർഡിനേറ്റർ രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളമാണെന്ന് വാക്കിയില്ല.
കേട്ടോണോ, എല്ലാവരോടും പറയുന്നേ, ഒരു കൺസെഷനും ഇല്ല. നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ സൂം പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല ഇൻ പേഴ്സൺ മീറ്റിംഗിൽ ഇങ്ങനെ തന്നെയാണ് പ്രസംഗിക്കുന്ന കാര്യം എന്നെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ. ഒരു സത്യമാണ് പറയുന്നത്, പൂത്താ പറയുന്നത്. എന്തിനാണ് വ്യാജം പറയുന്നത്? അങ്ങനെ കോൺഫറൻസിന്റെ കോർഡിനേറ്റർ രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളമാണ്, ബാക്കിയില്ല. ബാക്കിയുണ്ട്, കർത്താവിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, പാപത്തെ തുടരുന്നില്ല. മനസ്സിലാവുന്നോ? അതാണ് അടയാളം, അതാണ് അടയാളം. നോക്കൂ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയാല് നമ്മളോട് കർത്താവ് തന്നെയാണ് പറയുന്നത്, ഒന്നെങ്കിൽ പേര് മാറ്റണം, അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ച് ചെയ്യണം, എല്ലാവരുടെയും അകത്ത് എഴുതണം. 3 കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അവനിൽ പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എത്ര സീരിയസ് ആണെന്ന് നോക്കി. കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സാൽവേഷൻ ഇന്നുവരെ അവൻ്റെ അകത്ത് നടന്നിട്ടില്ല എന്നതിന്റെ അർത്ഥം. 3 കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല? ഇത് കർത്താവിന്റെ സ്വഭാവത്തിനെതിരാണ്. എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല? ഇത് കർത്താവ് ഭൂമിയിൽ വന്നതിന്റെ പർപ്പസിനെതിരാണ്. എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല? ഇത് അധർമ്മമാണ്, ഇത് ദൈവത്തോട് മത്സരമാണ്, ഇത് ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല, അതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. 3 കാര്യം ക്ലിയർ? എവരിവൺ സൂം ഓൺ ആയിരിക്കുന്നവര്, ലൈവിലുള്ളവര് ക്ലിയർ? നാലാമത്തെ കാര്യം വായിച്ചു നോക്കൂ. 7ാമത്തെ വാക്യം. എല്ലാ പദങ്ങളും എല്ലാ വാക്യം വായിക്കുന്നുണ്ടല്ലോ അല്ലെ? 7ാം വാക്യം. കുഞ്ഞുങ്ങളെ, യോഹന്നാന്റെ വിളി കണ്ടോ? ഒരു 10-90 വയസ്സ് കാണും കേട്ടോ ഇത് എഴുതിയപ്പോ, അതുകൊണ്ടാണ് വിളിച്ചേക്കുന്നത്. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. യോഹന്നാൻ പറയാം. അത് അവിടുത്തെ 7ാം വാക്യം ഈ വിഷയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ സാധിക്കത്തില്ല. കാരണം ആരും തെറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പാപം ചെയ്താലും രക്ഷയ്ക്ക് ദോഷം വരികയില്ല, നിങ്ങളുടെ നിത്യജീവൻ അകത്തുള്ളവർക്ക് ഇങ്ങനെ പാപം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഡൊസറ്റിക് ടീച്ചിങ്ങും അവിടുത്തെ നോസ്റ്റിക് വാദികളോടും ഒക്കെ അവരെ ചൂണ്ടിക്കൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാവുന്നു. വേറൊരു ഡെഫിനിഷനും ഇല്ല. നമ്മുടെ കർത്താവിന്റെ ക്യാരക്ടർ പറഞ്ഞേക്കാണ് നീതിമാനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് റൈച്ചസ്നെസ്, ദാറ്റ് ഈസ് ദ മാർക്ക് ഓഫ് യുവർ ജെന്യുവിൻ ഫെയ്ത്ത്. അത് അത്രയും പറഞ്ഞ് ഞാൻ 7ാം വാക്യം തൽക്കാലം ഒന്ന് വിടുകയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ യോഹന്നാൻ പറയുന്നതിന്റെ അർത്ഥം എന്നാണ്? അനീതി ചെയ്തിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയരുതെന്നാണ് യോഹന്നാൻ അവിടെ പറഞ്ഞേക്കുന്നത്. 8ാം വാക്യം വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. 8ാം വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി. എല്ലാവരും വായിച്ചോ. എന്തുകൊണ്ട് നമ്മള് പാപം ചെയ്യുന്നില്ല? കാരണം ഹാബിച്വൽ സിൻ. ആ പദം മറക്കരുത് കേട്ടോ. ഐസൊലേറ്റഡ് ആക്ട് ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറയാം, ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ കുറ്റവും കുറവും അറിവില്ലായ്മയും ഒക്കെ വരാറുണ്ട്. അറിയാതെ ചില പാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. പക്ഷെ അതല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. പാപത്തെ തുടരുന്നവൻ, കണ്ടിന്യൂ ചെയ്യുന്നവൻ, ഹാബിച്വലായിട്ട്, പ്രാക്ടിക്കലായിട്ട് അതിൽ നിന്ന് വിടുതലില്ലാതെ പോകുന്നവരെയാണ് യോഹന്നാൻ പറഞ്ഞേക്കുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചിന്റെ മകൻ അവൻ. എന്നിട്ട് പിശാചിനെ പറ്റി പറഞ്ഞേക്കുകയാണ്, അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ഏത്? യോഹന്നാൻ 8-ൽ, ജോൺ ചാപ്റ്റർ 8, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 8-ൽ പറയുന്നില്ലേ? ആ പിശാചിനെ പറ്റി പറയാം, അവൻ ഫോഷ്കിന്റെ അപ്പനുമാണെന്ന് പറയുന്നില്ലേ? യഹൂദന്മാര് പാപം ചെയ്തപ്പോഴാണ്, പാപത്തെ തുറന്നപ്പോഴാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ അപ്പൻ പിശാചാണ്, അബ്രഹാം അല്ല, അവൻ ഫോഷ്കാണ്, ഫോഷ്കിന്റെ അപ്പനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഹീ ഈസ് ദ ജനറേറ്റർ ഓഫ് സിൻ, ഹീ ഈസ് ദ സോഴ്സ് ഓഫ് സിൻ, ഹീ ഈസ് ദ കോസ് ഓഫ് സിൻ. മറ്റൊരു നിലയിൽ ഒരു പ്രായമുള്ള ഒരു പാസ്റ്റർ പറഞ്ഞത് എന്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നു. ഞാൻ ഇന്നലെ വൈകിട്ടും ഈ മീറ്റിംഗിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്, ഈ പിശാചിന് ഈ വിവാഹമൊക്കെ കഴിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കാനായിട്ട് കഴിയില്ല, പക്ഷെ പാപത്തെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. ബാക്കി കണ്ടോ? പാപത്തിന്റെ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. ബാക്കി അങ്ങനെ എഴുതിയേക്കുന്നത് ആ പിശാചിന്റെ മകനാണ്. പിശാച് ആദ്യം പാപം ചെയ്യുന്ന പിശാചിന്റെ മകനാണ്. താഴോട്ട് വായിക്കുമ്പോൾ കായിന്റെ കാര്യം വായിക്കുന്നുണ്ട്. അവൻ പിശാചിൽ നിന്ന് ജനിച്ചവനായി. ഏതർത്ഥത്തിൽ? ഈ അർത്ഥത്തിലാണ് കേട്ടോ. ആദാമിന്റെ മകനാണ്, പക്ഷെ പാപത്തെ തുടരുന്നവനെ പിശാചിൽ നിന്ന് ജനിച്ചവന്റെ മകനായിട്ടാണ് ബൈബിൾ കാണുന്നത്. അതാണ് അതിന്റെ അർത്ഥം. നോക്കൂ, ഇവിടെ എന്തുകൊണ്ട് പാപത്തിൽ ഒരു വിശ്വാസി തുടരാനായിട്ട് കഴിയുന്നില്ല? വൈ എ ക്രിസ്ത്യൻ cannot practice sin is because Christ came to destroy the work of the devil. നോക്കൂ, കർത്താവ് ഭൂമിയിൽ വന്നത് പാപത്തിന്റെ ആർച്ച് ബിഷപ്പായ പിശാചിനെ തകർക്കാനാണ്. പിശാചാണ് പാപത്തിന്റെ ഒറിജിനേറ്റർ. സിൻ originated from the devil. Sin belongs to the devil. The source of all false teachers and their activities are from the devil. So a Christian cannot continue in sin. കാര്യം എന്നാ? അവൻ പിശാചിൽ നിന്ന് ജനിച്ചവനല്ല, അവൻ കർത്താവിൽ നിന്ന് ജനിച്ചവനാണ്. അതാണ് അതിന്റെ അർത്ഥം. നോക്കൂ, പിശാചിന്റെ ലൈഫ് സ്റ്റൈലാണ് പാപം എന്നുള്ളത്. എന്നാൽ ഒരു വിശ്വാസിക്ക് പാപം ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? സിൻ ഒറിജിനേറ്റ്
ഫ്രം ഡെവിൾ. സിൻ ഒറിജിനേറ്റ് വിത്ത് ഡെവിൾ. നമ്മൾ അവൻ്റെതല്ല, നമ്മൾ അവന്റെ കമ്മോഡിറ്റി അല്ല, നമ്മൾ അവന്റെ പ്രോഡക്റ്റ് അല്ല. നമ്മുടെ യജമാനൻ അവനായിരുന്നു പണ്ട്, ഇന്ന് അവനല്ല നമ്മുടെ യജമാനൻ. അതുകൊണ്ട് ഒരു ദൈവവൈതലിന് പാപത്തിൽ തുടരാനായിട്ട് കഴിയത്തില്ല എന്ന് തിരുവെഴുത്ത് പറഞ്ഞേക്കുകയാണ്. നോക്കൂ, ഹാബിച്വൽ സിന്നിൽ തുടരാൻ ഒരു വിശ്വാസിക്ക് കഴിയത്തില്ല. നാലാമത്തെ കാരണം, സിൻ ഒറിജിനേറ്റ് ഫ്രം ഡെവിൾ. 4 കാര്യം ഞാന് ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ വാക്യങ്ങളും അതുപോലെ തന്നെ യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഇൻസ്പയർഡ്, ഗോഡ് ബ്രീത്ത് ഔട്ട്. ഇത് തിരുവെഴുത്തിനെ നമ്മൾ ദൈവസഭ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ചെവി തുറന്ന് കേൾക്കണം. ഞാൻ എന്റെ ചർച്ചിൽ വളരെ ഊന്നൽ കൊടുത്ത് ഈ ദിവസങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഈ 66 പുസ്തകം ഉണ്ടല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ 66 പുസ്തകത്തിനകത്താണ് ഗോഡ് ഇൻവെസ്റ്റഡ് ഹിസ് മൈറ്റി പവർ ഇൻ ഹിസ് സേക്രഡ് ബുക്ക്. എന്നുകൂടെ പറയാം, ദൈവത്തിന്റെ ആ മൈറ്റി പവർ ഈ തിരുവെഴുത്തിനകത്ത് ദൈവം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പറ്റിയേക്കുന്ന അവസ്ഥ എന്നാണെന്നറിയാമോ? നമ്മൾ ചിന്തിച്ചേക്കുന്ന ബൈബിള് പ്രസംഗിക്കുമ്പോൾ ശക്തിയില്ല, ഇതിന്റെ പുറത്ത് എന്തെങ്കിലും പറയുന്ന ശക്തി. നോ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഈ 66 പുസ്തകത്തിനകത്ത് ദൈവം തന്റെ ശക്തി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ബോധ്യം കുറഞ്ഞ പക്ഷം ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന 100-ലധികം ആളുകൾ കാണും. അവരോടായിട്ടെങ്കിലും ഞാൻ പറയുകയാണ്, ഇന്ന് രാവിലെ ഉറപ്പിക്കണം, ദൈവം തന്റെ ശക്തി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. ഇതിനകത്താണ് ശക്തി ഇരിക്കുന്നത്, ഇതിന് പുറത്തല്ല. ഇതിന് പുറത്ത് പറയുന്ന ഒരു വെളിപ്പാടും ഈ പുസ്തകത്തിന്റെ അത്ര ആധികാരികത ഇല്ല. ഒരു പ്രവചനമോ ഒരു കാര്യമോ ഇൻസ്പയർഡ് അല്ല. അത് താൽക്കാലികമാണ്, അത് ഇൻഡിവിജ്വൽ ആണ്. ഈ പുസ്തകം യൂണിവേഴ്സൽ ആണ്. ഇത് ഗോഡ് ബ്രീത്ത് ഔട്ട് ആണ്. ഗോഡ് ഇൻവെസ്റ്റഡ് ഹിസ് പവർ ഇൻ ഹിസ് ബുക്ക്. ഇതെന്ന് ദൈവസഭ തിരിച്ചറിയുന്നോ അന്ന് മാത്രമേ നമ്മുടെ ലോക്കൽ സഭകളിൽ ദൈവവചനത്തിന് പ്രാധാന്യത ഉണ്ടാകുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മൾ ഫാറവേ ആയിരിക്കും, നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ദൂരെ ആയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ലോക്കൽ സഭ ദൈവവചനത്തോട് എത്ര അടുത്താണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എനിക്കറിയില്ല നിങ്ങളുടെ കൂട്ടായ്മ പലതിനെ പറ്റിയും. ഞാൻ എൻ്റെ ഹൃദയവേദന നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. ഗോഡ് ഇൻവെസ്റ്റഡ് ഹിസ് മൈറ്റി പവർ ഓൺ ഹിസ് സേക്രഡ് റൈറ്റിംഗ്സ്. ഇതാണ് ശക്തി. ഇത് പറയുമ്പോഴാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്, അല്ല പുറത്തെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴല്ല എന്ന് ദൈവസഭ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ലൈനിൽ വന്ന് ദൈവവചനം കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വരുന്നവരാണല്ലോ, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഞാനൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, വാൺ ചെയ്യുകയാണ്. ദൈവാത്മാവിന്റെ ആ നിയോഗം എന്നിൽ വന്നുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞത്. നോക്കൂ, 4 കാര്യം ക്ലിയർ. 5-ാമത്തേത് 9-ാം വാക്യം. നമ്മൾ വന്നു, അവസാന വാക്യത്തിലേക്ക് വന്നു. 9-ാം വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് വായിക്കുന്നത് നോ വൺ ഹൂ ഈസ് ബോൺ ഓഫ് ഗോഡ് പ്രാക്ടീസസ് സിൻ. എന്താ പ്രാക്ടീസസ് സിൻ? പാപത്തിൽ തുടരുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയില്ല. ഈസ് നോട്ട് ഏബിൾ ടു സിൻ. യോഹന്നാൻ പറയുക, ഡോസറ്റിസിസം പഠിപ്പിക്കുന്ന ആളുകൾ പാപം ചെയ്യാമെന്ന് പഠിപ്പിച്ചപ്പം നോസ്റ്റിക് ആയിട്ടുള്ള അന്നത്തെ ഫിലോസഫേഴ്സ് ഒരു കുഴപ്പമില്ല ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ഒരു കുഴപ്പമില്ല. പക്ഷേ യോഹന്നാൻ തന്റെ ഇൻസ്പയർഡ് എഴുതിയേക്കുന്നത് നിങ്ങൾ കണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. എന്താ ദൈവത്തിൽ നിന്ന് ജനിക്കുക പറഞ്ഞാൽ? നിക്കോദിമോസിനോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട് കർത്താവ് പറഞ്ഞ കാര്യം ഓർത്താൽ മതി. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചില്ല എങ്കിൽ, നീ ഉയരത്തിൽ നിന്ന് ജനിച്ചില്ല എങ്കിൽ, ആത്മാവിനാലും വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, ഏതാ അവിടെ വീണ്ടും ജനിച്ചവൻ കാറ്റിന്റെ ഉദാഹരണം പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞ് കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. ഇത് ദൈവത്താലാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. അബ്സല്യൂട്ടായിട്ട് ദൈവമാണ് ഒരുവന്റെ അകത്ത് ജനനം നൽകുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് കാറ്റിന്റെ എക്സാമ്പിള്, ആ ഒരു മെറ്റഫോർ ഉപയോഗിച്ച് പണ്ഡിതനായ നിക്കോഡിമോസിനോട് ഡിവൈൻ റെവലേഷൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ അതേ യോഹന്നാൻ, അന്ന് എഴുതിയ അതേ യോഹന്നാൻ അതിന്റെ ഒരു പാരഫ്രൈസ് വേറെ എഴുതുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് ആര്? കർത്താവിന്റെ വിത്ത് ആ ജനിച്ചവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. 5-ാമത്തെ കാര്യം, 5th reason is because it is compatible with the ministry of the Holy Spirit. ഒരാള് പാപത്തിൽ ജീവിക്കാനായിട്ട് ഒരു വിശ്വാസിക്ക് കഴിയില്ല. കാരണം why a Christian cannot practice a sin? It is because it is compatible with
ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്താ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്? ദൈവത്തിൽ നിന്ന് ജനിപ്പിച്ച ഹോളി സ്പിരിറ്റിന്റെ ആ ശുശ്രൂഷയ്ക്ക് എതിരാണ് ഒരുവൻ പാപത്തെ തുടർന്നാൽ. ക്ലിയർ? അങ്ങനല്ലേ വാക്യം? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും എങ്ങനെയാ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക, ഉയരത്തിൽ നിന്ന് ജനിക്കുക. വീണ്ടും ജനനത്തെ പറ്റി തീത്തോസിൽ വായിക്കുന്നത് പുനർജനന സ്നാനം. അത് വെള്ളത്തിലുള്ള സ്നാനമല്ല, പരിശുദ്ധാത്മാവിന്റെ നവീകരണമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താൽ ജനിക്കുക, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക, ഉയരത്തിൽ നിന്ന് ജനിക്കുക. അങ്ങനെ ജനിക്കുന്ന ഒരുവന്റെ അകത്ത് ജനനം നടന്നേക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിനാൽ അകത്ത് ജനനം നടന്ന ഒരുവന് പാപത്തെ തുടരാനായിട്ട് കഴിയില്ല. കാരണം ഇറ്റ് ഈസ് ഇൻകോമ്പാറ്റബിൾ വിത്ത് ദ ഗ്രേറ്റ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അഞ്ചാമത്തെ കാര്യം, ഈ കൂട്ടത്തിൽ നിങ്ങൾ വേദപുസ്തക വ്യാഖ്യാനവും കൂടെ പഠിച്ചു പോകണം കേട്ടോ. ഇങ്ങനെ വേണം വേദപുസ്തകം വായിക്കാൻ. ഇങ്ങനെ വായിക്കുമ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യും? തരും. ഇനിയും നിങ്ങൾ, എന്റെ സജഷൻ, നിങ്ങൾ ഒരാഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നവർ വായിച്ചോളൂ. പക്ഷെ ഒരു പാസേജ് ഒരു 10 ടൈംസ് എങ്കിലും വായിക്കണം. ഞാൻ 15 ടൈംസ് വായിക്കുന്നതുകൊണ്ടാണ് 10 ടൈംസ് എന്ന് പറഞ്ഞത് കേട്ടോ. അതിനേക്കാൾ കൂടുതൽ ഞാൻ വായിക്കാറുണ്ട്. അങ്ങനെ വായിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ പൊരുള് പരിശുദ്ധാത്മാവ് തന്നെ മനസ്സിലാക്കി നൽകുമ്പോൾ ഒരിക്കലും തെറ്റുകയില്ല. നോക്കൂ, അടുത്തത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അന്നേരം ദൈവത്തിൽ നിന്ന് ജനിക്കുക എങ്ങനെ? ഹോളി സ്പിരിറ്റിനാണ്. അന്നേരം ഹോളി സ്പിരിറ്റിനാണ് ജനിച്ചവന് പാപത്തെ തുടരാൻ കഴിയത്തില്ല. കാര്യം എന്നാ? അത് ഹോളി സ്പിരിറ്റിന്റെ നേച്ചറിന് നേരെ എതിരാണ്. അത്രേ ഉള്ളൂ. നോക്കൂ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ അറിയില്ല എന്നല്ല അർത്ഥം. മറിച്ച് ഒരു വിശ്വാസിയായാൽ അവനത് കഴിയില്ല. കാര്യം എന്നാണെന്നറിയാമോ? ഇപ്പം വിശുദ്ധിയോടെ ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ക്യാൻ യു ടെൽ എ ലൈ? നിങ്ങൾക്ക് ഒരു നുണ പറയാൻ പറ്റുമോ? പറ്റിയല്ല. കാര്യം എന്നാ? പറ്റിയല്ല, അത്രേ ഉള്ളൂ. ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, പറ്റില്ല നമ്മളെ കൊണ്ട്. ഒരു ദൈവവൈതൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവനകത്ത് പുതുഹൃദയം ഉണ്ട്. നമ്മുടെ ഈ എങ്ങനെ പറയണ്ടേ, അവന്റെ അകത്ത് ദൈവിക സ്വഭാവമുണ്ട്. അവൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് ഹി കനോട്ട് പർപ്പസ്ഫുള്ളി ടെൽ എ ലൈ. ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്? അവന്റെ വിത്ത് അവനിൽ എന്ത് ചെയ്യുക? വസിക്കുക. എന്താ വിത്ത് എന്നുള്ളതിന് 3 നിലയിൽ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. 3 ഒരർത്ഥം തന്നെ വ്യാഖ്യാനിക്കാം. 1 ഹിസ് നേച്ചർ, 2 ഹിസ് സ്പിരിറ്റ്, 3 ഹിസ് വേർഡ്. 3 കാര്യം കിട്ടുക: ഹിസ് സ്പിരിറ്റ്, ഹിസ് നേച്ചർ, ഹിസ് വേർഡ്. 3 ശരിയാ. രക്ഷിക്കപ്പെട്ട ഒരുവന്റെ അകത്ത് കർത്താവിന്റെ നേച്ചർ ഉണ്ട്, കർത്താവിന്റെ വിത്തുണ്ട്, കർത്താവിന്റെ വചനമുണ്ട്. ഇല്ലേ? ഇതെല്ലാം രക്ഷിക്കപ്പെട്ട ഒരുവന്റെ അകത്തുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവല്ലേ പറഞ്ഞത്? എസെക്കിയേലും ജെരമ്യാവിലും ഒക്കെ ഉള്ള ഒരു പ്രവചന നിവൃത്തിയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരുന്നു. അതാ വിത്ത് എന്ന് പറഞ്ഞാൽ. ആ വിത്ത് ദൈവവചനത്താൽ നമ്മുടെ അകത്ത് എന്ത് ചെയ്തേക്കുക? അത് നമ്മുടെ അകത്ത് ആ നേച്ചർ, ആ വചനം, ആ ആത്മാവിനെ നമ്മുടെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. എന്റെ വിത്ത് നിങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട്. ഈ രക്ഷ എന്ന് പറഞ്ഞാലേ നമ്മൾ കർത്താവിനെ സ്വീകരിക്കൊന്നും അല്ല. അതല്ല അതിന്റെ അർത്ഥം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് പുതുഹൃദയം നൽകുക. നമ്മുടെ അകത്ത് ജനനം നൽകി കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് കൃപ നൽകുകയാണ്. മനസ്സിലാവുന്നോ? അതാണ് അതിന്റെ റിയൽ മീനിങ് എന്നുള്ളത്. നോക്കൂ, രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഉള്ളിൽ ദൈവ സ്വഭാവമുണ്ട്. അത് പരിശുദ്ധാത്മാവിനാൽ അകത്ത് ദൈവം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത വിത്താണ്. ആ വിത്ത് ഉള്ളത് കൊണ്ട് ഒരുവൻ പാപം ചെയ്യുമ്പോൾ, പാപത്തെ തുടരുമ്പോൾ, ഇറ്റ് ഈസ് ഇൻകോമ്പാറ്റബിൾ വിത്ത് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരിക്കലും അത് പറ്റില്ല. അതുകൊണ്ടാണ് അടുത്ത വാക്ക് എഴുതിയേക്കുന്നത്: അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. അവന് പാപം എന്നാന്നറിയാം. ഒരുപക്ഷെ ജഡത്തിൽ പാപം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകാം, പക്ഷേ ഹീ കനോട്ട് ഏബിൾ ടു സിൻ. കാരണം എന്നാ? ആ വിത്ത് അവന്റെ അകത്ത് വസിക്കുകയാണ്. നമ്മൾ രക്ഷയിലേക്ക് അകത്ത് ജനനം നടന്ന് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, സിൻ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് പവർ ഓൺ മീ. ആ പാപത്തിന് എന്റെ മേലുള്ള ശക്തിയുടെ ആ ബലം കുറയുകയാണ്. ഒരിക്കല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, റോമൻ കത്തോലിക്കരുടെ ഒരു സെയിന്റ് ആണ് സെയിന്റ് അഗസ്റ്റിൻ. അഗസ്തിനോസ് എന്നാണ് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത്. സെയിന്റ് അഗസ്റ്റിൻ. അദ്ദേഹം റോമൻ കാത്തോലിക്സിന്റെ 100% തിയോളജി ഒന്നും ഫോളോ ചെയ്ത ആളുകളല്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ അത് വിശദമാക്കാനായിട്ട് പറ്റും. ഞാൻ ഇന്ന് പറയുന്ന ദൈവശാസ്ത്രത്തിന്റെ നല്ലൊരു ഭാഗവും സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ കാര്യമാണ്. ഇന്ന് ഞാൻ പറഞ്ഞ ചില പദങ്ങൾ പോലും സെയിന്റ് അഗസ്റ്റിൻ അന്നത്തെ കാലത്ത് പറഞ്ഞ പദങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ശ്രദ്ധിക്കും. അതായത്
ഈ സെയിന്റ് അഗസ്റ്റിൻ വളരെ ഇമ്മോറലായിട്ട് ജീവിച്ച ഒരാളാണ്. വളരെ പാപം ചെയ്ത് പാപത്തിന്റെ എല്ലാ വഴിയിലൂടെ പോയി, ലോകത്തിന്റെ എല്ലാ വഴിയിലൂടെ പോയി ഏറ്റവും തെറ്റായിട്ട് ജീവിച്ച് രക്ഷയിലേക്ക് വന്ന ഒരു ചർച്ച് ഫാദറാണ് സെയിന്റ് അഗസ്റ്റിൻ. അദ്ദേഹത്തെ ഒരിക്കൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ വിളിച്ചതായിട്ട് തന്റെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. പല ആളുകൾ വിളിച്ചപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെ വിളിക്കുകയാണ്, സെന്റ് അഗസ്റ്റിൻ, ഇത് ഞാനാണ് നിന്നെ വിളിക്കുന്നത്. അന്നേരം അഗസ്റ്റിന്റെ റിപ്ലൈ ഇതാണ്, സിസ്റ്റർ, ഇറ്റ് മൈറ്റ് ബി യു, ഒരുപക്ഷെ നീ ആയിരിക്കാം, ബട്ട് ഇറ്റ് നോ ലോങ്ങർ മീ, ഇത് നീ വിളിക്കുന്ന അഗസ്റ്റിൻ അല്ല എന്നാണ് രക്ഷിക്കപ്പെട്ടപ്പോ പറഞ്ഞത്. ഇറ്റ് മൈറ്റ് ബി യു ബട്ട് ഇറ്റ് നോ ലോങ്ങർ മീ. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ തുടരാൻ കഴിയുന്നില്ല. 5 റീസൺ നിങ്ങൾ മറന്നു പോകരുത്. ഇത് ഇൻസബോർഡിനേഷൻ ടു ഗോഡ് ആണ്. 2, കർത്താവ് ഭൂമിയിൽ വന്ന പർപ്പസിന് എതിരാണ്. 3, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്വഭാവത്തിനെതിരാണ്. 4, പിശാചാണ് അതിന്റെ ഒറിജിനേറ്റർ, നമ്മൾ അവൻ്റെതല്ല. 5, നമ്മൾ ഇപ്പോൾ ഒടുവിൽ വായിച്ച കാര്യം, ഇത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്ത് തന്റെ വിത്തിട്ടേക്കുന്നത് കൊണ്ട് ആത്മാവിന്റെ വർക്കൗട്ടിനെതിരാണ് നമ്മൾ പാപത്തിൽ തുടർന്നാൽ. നമ്മളും പാപത്തോട് പറയണം, ഇറ്റ് മൈറ്റ് ബി യു ബട്ട് ഇറ്റ് നോ ലോങ്ങർ മീ എന്ന് ബോൾഡായിട്ട് പറയണം. അത് ബിഹേവിയർ മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ പേര് മാറ്റണം. എത്ര ക്ലിയർ ആയിട്ടാണ് പരിശുദ്ധാത്മാവ് ആ കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? എനിക്ക് 2-3 കാര്യങ്ങളെ പറയാനായിട്ടുണ്ട്, പക്ഷെ എന്റെ മുന്നിൽ സമയമില്ല. അതുകൊണ്ട് നമുക്കൊരു യഥാർത്ഥ റിപ്പൻഡൻസ് ഈ കാര്യത്തിൽ നമുക്കുണ്ടാകണം. യഥാർത്ഥ റിപ്പൻഡൻസ്. അങ്ങനെ ജീവിതത്തിൽ ഈ നിലയിൽ ജീവിക്കുന്നെങ്കിൽ യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്താ പറയാ, ഒരു 10 ഗ്ലാസ് ബിയർ കുടിക്കുമായിരുന്നു, അല്ലെങ്കിൽ കള്ളു കുടിച്ചിങ്ങനെ നടക്കുമായിരുന്നു, അത് ഞാൻ 2 ഗ്ലാസ് ആക്കി. അതല്ല മാനസാന്തരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നേരെ റൈറ്റ് അബൌട്ട് ജസ്റ്റ് 180 ഡിഗ്രി ടേണിംഗ് ആണ്. യു ടേൺ എടുക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ് പോവുകയാണ്. ഞാൻ ഒരു ട്രൂ റിപ്പൻഡൻസിന്റെ 6 ഇൻഗ്രീഡിയൻസ് കൂടെ അങ്ങ് പറയാം. അത് ഞാൻ ഇതിനകത്ത് പറയാൻ വെച്ചിരുന്ന ഒരു കാര്യമല്ല, ഞാൻ വേറെ 2 കാര്യമാണ് പറയാൻ വെച്ചത്. പക്ഷെ എനിക്കത് സമയമില്ല, ഞാൻ അത്രയും ഭാഗം തീർക്കാൻ പറ്റുമെന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. ട്രൂ റിപ്പൻഡൻസ് നമുക്കുണ്ടാകണം. 1ാമത്തെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയാമോ? സൈറ്റോസിൻ. പാപത്തെ തിരിച്ചറിയണം എന്ന് പറഞ്ഞാല്, എ പേഴ്സൺ മസ്റ്റ് റെക്കഗ്നൈസ് ദെയർ സിൻ ആൻഡ് ട്രൂലി സീ ഇറ്റ് ഫോർ വാട്ട് ഇറ്റ് ഈസ്. വിത്തൗട്ട് ദിസ് അവയർനെസ് ദെയർ ക്യാൻ ബി നോ റിപ്പൻഡൻസ്. പാപത്തെ തിരിച്ചറിഞ്ഞാൽ, അതാണ് 1ാമത്തെ ഇൻഗ്രീഡിയൻസ്. എന്നാൽ മാത്രമേ, റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിപ്പൻഡൻസ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. 2ാമത്തേത് സോറോ ഫോർ സിൻ. ജീവിതത്തിൽ വന്നേക്കുന്ന ആ പാപത്തെ പറ്റി വളരെ വേദന ഉണ്ടാണ്. ജെന്യുവൻ റിപ്പൻഡൻസ് ഇൻവോൾവ്സ് heartfelt sorrow for having offended a holy God, not just sorrow over consequences. ദൈവമേ, പാപം ചെയ്താൽ പരിണിത ഫലം ഉണ്ടാവില്ലോ എന്നോർത്തുള്ള പേടിയോ ഭയോ അല്ല, ആ ഹോളി ഗോഡിനെ ഞാൻ ഒഫൻഡ് ചെയ്തല്ലോ എന്ന ദുഃഖം. അതാണ് സോറോ ഫോർ സിൻ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇൻഗ്രീഡിയൻസ്. 3ാമത്തേത് കൺഫെഷൻ ഓഫ് സിൻ. എന്താ കൺഫെഷൻ? സിൻ മസ്റ്റ് ബി കൺഫസ്ഡ് ഓണസ്റ്റ്ലി, ഹംബ്ലി, നോട്ട് സൂപ്പർഫിഷ്യലി. നമ്മള് സൂപ്പർഫിഷ്യൽ ആയിട്ട് കൺഫസ് ചെയ്യല്ല, അത് ഏറ്റു പറയണം. എന്താ ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ, ഐ ടേക്ക് സ്റ്റാൻഡ് വിത്ത് ഗോഡ് എഗെയിൻസ്റ്റ് മൈസെൽഫ് എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ എനിക്കെതിരെ ദൈവപക്ഷം ചേർന്ന് നിന്ന് പറയുകയാണ്, യു സിൻഡ്. ഒന്നുകൂടെ പറയാം, ഞാൻ എനിക്കെതിരെ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് എന്നോട് പറയുകയാണ്, യു സിൻഡ്. അതിന്റെ പേരാണ് ഏറ്റുപറയുക. ആ കൺഫെഷൻ ഓഫ് സിൻ. എങ്ങനെ? സ്പെഷ്യലി ടു ഗോഡ്, ഒന്നും മറച്ചു വെക്കാതെ. അതാണ് അടുത്ത ഇൻഗ്രീഡിയൻസ്. 4ാമത്തേത് ഷെയിം ഫോർ സിൻ. A repentant heart feels shame and humiliation for sin because it dishonors God. ദൈവത്തെ അവമാനിച്ചല്ലോ, ദൈവത്തെ കളിയാക്കിയല്ലോ എന്നതുകൊണ്ടുള്ള ആ വലിയ ദുഃഖം. ഹേറ്റഡ് ഓഫ് സിൻ. പാപത്തോട് വളരെ വിരക്തി തോന്നുക, വെറുപ്പ് തോന്നുക. ഏറ്റവും ടേണിംഗ് ഫ്രം സിൻ 180 ഡിഗ്രി തിരിയുക. There must be a complete turning away from sin toward God. Not merely an intention to change, but actual change in direction. അതാണ് എൻ്റെ അർത്ഥം. ഈ 6 കാര്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഈ 6 കാര്യം, അതാണ് ട്രൂ റിപ്പൻഡൻസ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പാപത്തിൽ തുടർന്നാൽ ഉണ്ടാകുന്ന നഷ്ടം എന്നാണെന്നറിയാമോ?
ഈ അൺകൺഫസ്ഡ് സിന്നിന്റെ നഷ്ടം ഞാൻ പറയും. രക്ഷിക്കപ്പെട്ടിട്ടും ഐസൊലേറ്റഡ് സിൻ സംഭവിച്ചിട്ടും അതിൽ റിപ്പന്റൻസ് ഉണ്ടാകുന്നില്ലെങ്കിൽ ന്യായാസനത്തിന് മുമ്പാകെ വളരെ നഷ്ടം നമുക്കുണ്ടാകും. എന്നാൽ അതിനെക്കാട്ട് അപകടം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ഇന്ന് വരെയും കർത്താവിനെ കണ്ടിട്ടില്ല, നിങ്ങൾ ഇന്ന് വരെയും കർത്താവിനെ അറിഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുമില്ല, നിങ്ങൾ പിശാചിൽ നിന്ന് ജനിച്ചവരാണ്, നിങ്ങൾ ഫോഷ്കിന്റെ പിതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് ടേൺ ടു ഗോഡ്, റിപ്പന്റ് ആൻഡ് ബിലീവ് ദ ട്രൂ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. അതിനകത്തൊരു കൺസെഷനും ഇല്ല. കർത്താവിൽ വിശ്വസിക്കുക, രക്ഷയിലേക്ക് വരിക, പുതിയ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വളരെ വിശാലമായ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പം പിശാചിന് വേലി തുറന്നു കൊടുക്കുകയാണ് കേട്ടോ, വേലി തുറന്നു കൊടുക്കുകയാണ്. ദൈവമക്കളോട് ഞാൻ പറയുന്നത്, ഐസൊലേറ്റഡ് സിൻ വന്നിട്ട് അത് കൺഫസ് ചെയ്യുന്നില്ലെങ്കിൽ പിശാചിന് നാം നമ്മുടെ പ്രൊട്ടക്ഷന്റെ വേലി തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാകരുത്. ഏറ്റവും ഹോളി ആയിട്ട്, ഇനി നിങ്ങൾ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കി, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു, തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇതെല്ലാം വളരെ ഗൗരവമേറിയ കാര്യമാണ്. എന്തുകൊണ്ട് വിശ്വാസി പാപം ചെയ്യരുത്? 5 കാര്യം. ഹാബിച്വൽ സിൻ ഉള്ളവർക്ക് റിപ്പന്റൻസ് ആണ്. ആ റിപ്പന്റൻസിൽ 6 കാര്യം മിനിമം വേണം. നമ്മുടെ ജീവിതത്തിൽ ഐസൊലേറ്റഡ് സിൻ ഉണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നിടം വരെ വെച്ചോണ്ടിരിക്കരുത്. നമ്മുടെ ജീവിതം എപ്പോൾ വേണേലും അവസാനിക്കാം. നമ്മുടെ കർത്താവ് എപ്പോൾ വേണേലും വരാം. ഇന്ന് പകൽ എത്രയും വേഗം തീർന്നു പോവും. അതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയില്ല എന്ന് തിരുവെടുത്ത് പോലെ തന്നെ ഏറ്റവും ഹോളിയായി നമ്മുടെ കർത്താവിന്റെ ആത്മാവിന്റെ സ്വഭാവത്തിന് കോമ്പാറ്റബിൾ ആയ ഒരു ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവപ്രസാദമുള്ള അങ്ങനെ ഒരു ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഈ ഭൂമിയിലെ ജീവിതം തുടരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. നമ്മുടെ കർത്താവിന്റെ പൊന്നുനാമം എന്നേക്കും എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കാര്യം കൂടെ ഇങ്ങനെ പറഞ്ഞു നിർത്താം. പാപത്തിൽ തുടരുകയും വിശുദ്ധനായിട്ട് ജീവിക്കുകയും, അങ്ങനെ രണ്ടുകൂടെ ഒരുമിച്ച്, അല്ലെങ്കിൽ പാപത്തിൽ തുടരുകയും ക്രിസ്ത്യാനിയായിട്ട് തുടരുകയും ചെയ്യാൻ നോ വൺ ക്യാൻ ബിലോങ് ടു ബോത്ത് ഫാമിലീസ് സൈമൾട്ടേനിയസ്ലി. കിട്ടിയോ? പറ്റിയല്ല. ഒന്നുകൂടെ പറഞ്ഞു നിർത്താൻ, നോ വൺ ക്യാൻ ബിലോങ് ടു ബോത്ത് ഫാമിലീസ് സൈമൾട്ടേനിയസ്ലി. വളരെ വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ദൈവം കൃപ നൽകട്ടെ. താങ്ക് യു. നമ്മുടെ കർത്താവിന്റെ പൊന്നുനാമം എപ്പോഴും എന്നേക്കും ഒരിക്കൽ കൂടുതൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.